ലീഗിനെ ഒക്കെ വിശ്വാസത്തിലെടുക്കാൻ ഈ ഒരു സമീപനത്തിലൂടെ സാധിക്കുമോ? ലീഗ് ഒരു കാര്യം കൂടെ സ്മൃതി, അതായത് നോക്ക്, നമ്മുടെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയോ ആരെങ്കിലും ഈ വിഷയത്തിൽ മിണ്ടുന്നുണ്ടോ? ഒരാളും മിണ്ടുന്നില്ല. പക്ഷേ നമുക്ക് കൺവിൻസിങ് ആയ നിലപാട് പറയുന്ന ആരാന്നറിയോ? ശങ്കരാചാര്യന്മാരാണ്. അവർ പറയുകയാണ് വളരെ വ്യക്തതയോടുകൂടി, അതായത് ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് നരേന്ദ്രമോദിയല്ല ഗർഭഗൃഹത്തിൽ പോയിരുന്നൊരു കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പുറത്ത് വന്നിട്ട് കൈയടിക്കുകയല്ല വേണ്ടത് എന്ന് പറയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ശാസ്ത്രവിദ്യ അവഗണിക്കുന്നു എന്ന് പറയുന്നു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്താൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ നല്ല വ്യക്തത, ക്ലാരിറ്റി യഥാർത്ഥത്തിൽ നമ്മൾ ഈ മറിയക്കുട്ടി ചേട്ടത്തിക്ക് ഇല്ലാത്ത ക്ലാരിറ്റി, അല്ല പ്രതിപക്ഷ നേതാക്കൾക്ക് ഇല്ലാത്ത ക്ലാരിറ്റി മറിയക്കുട്ടിക്ക് ചേട്ടത്തിക്ക് ഉണ്ടെന്ന് ഈ കേരളത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് അവിടുത്തെയും കാര്യം. ഏറ്റവും ബോൾഡായ ഒരു സ്റ്റെപ്പ് അവരെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അവർ ഈ അനിഷേധ്യമായ രീതിയിൽ ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് BJP ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രതിസന്ധിയേ ഉള്ളൂ. അതിന് കൃത്യമായ വിശദീകരണം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതായതുകൊണ്ട് കൂടിയാണ്. അതായത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, ഈ വിഗ്രഹം സ്ഥാപിച്ച് അതിന് പ്രാണൻ നൽകുന്ന ചടങ്ങ് പൂർത്തിയാകുന്നതിന് ശ്രീകോവിലും ഗർഭഗൃഹവും അടക്കുന്ന ആ സാങ്ക്ടം, ആ ഒരു സ്ഥലം മാത്രം ശരിയായാൽ മതി. ബാക്കി ഇതിന്റെ ചുറ്റുപാടുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനുശേഷമാകാമെന്നുള്ള വിധി പരിശോധിച്ചത് ശേഷമാണല്ലോ മുഖ്യപുരോഹിതൻ മഹന്ത് നൃത്യഗോപാൽദാസ് അടക്കമുള്ളവർ അല്ലാതെ ഇതൊന്നും പരിശോധിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? ഇപ്പോൾ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത്. എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ്. നാളെ മുതൽ അതിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടത്തിൽ ആരതി ഒഴിയാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിനെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൾസ് നറേറ്റീവ് സൃഷ്ടിക്കുകയും അതിന് പിന്നാലെ പോവുകയും അല്ല ചെയ്യേണ്ടത്. കോൺഗ്രസ് അവിടെ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇന്നിപ്പോൾ ഉണ്ണിസാർ ചോദിച്ചല്ലോ, സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ച് ഹനുമാൻ ഗഡിയിലേക്ക് പോയത് കൊണ്ട് വോട്ടൊന്നും കിട്ടില്ല എന്ന്. രാമക്ഷേത്രത്തിലേക്ക് കോൺഗ്രസ് പോയാലും പോയില്ലെങ്കിലും വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കൃത്യമായി രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന ആ ഒരു പോൾ പ്രോമിസ് അത് അവർ ഡെലിവറി ചെയ്യുകയാണ് ചെയ്തത് BJP. അത് അവർക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നേരത്തെ നികേഷ് സാർ കൃത്യമായി നിരീക്ഷിച്ചു. ഒറിജിനലായി എന്താണോ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞോ, അവരത് നിർമ്മിച്ചിരിക്കുന്നു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 2024 ജനുവരി മാസത്തിൽ നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിക്കുന്നു. കൃത്യസമയത്ത് അത് നടത്തുകയാണ്. അപ്പോൾ അതിനെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തു കൂടി വിമർശിക്കുകയും മറുഭാഗത്തു കൂടി UP-യിലാണല്ലോ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത്. ആ UP-യിലെ ഘടകം ഒന്നാകെ പോവുകയാണ്. അതിനൊപ്പം ചേരുന്ന AICC ജനറൽ സെക്രട്ടറി, ഇതെന്താ ആളുകൾക്ക് മനസ്സിലാകില്ലേ? ഇവിടെ AICC-യുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു നിലപാട് പറയുകയും അവിടെ നമ്മൾ കാണുന്ന ഈ അവിനാശ് പാണ്ഡെ സരയുവിൽ മുങ്ങിക്കുളിച്ച് ഹനുമാൻ ഗഡിയിലേക്ക് പോവുകയും രാംലല്ലയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഏതാണ് യഥാർത്ഥ കോൺഗ്രസ്? എന്താണ് കോൺഗ്രസിന് ഒരു നിലപാടുണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചു പോകും. ഉണ്ണിസാർ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. ഇതിന്റെ പേരിൽ ഒരു വോട്ട് കിട്ടാൻ പോകുന്നില്ല. അതിനകത്ത് അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിന് ഇല്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. രാമജന്മഭൂമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാമജന്മഭൂമിയിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സാധാരണ ക്ഷേത്രമല്ല. ഒരു പള്ളി നിന്ന സ്ഥലത്താണ് രാമക്ഷേത്രം പണിതിരിക്കുന്നത്. നമ്മളിപ്പോൾ എപ്പോഴും പറയാവുന്ന പോലെ വെറുപ്പിൻ്റെ മുദ്രാവാക്യം ഉയർത്തി താഴികക്കുടങ്ങൾ തല്ലിയൊടിച്ച് ആ ക്ഷേത്രത്തിൽ 10,000ങ്ങളുടെ ചോര വീഴ്ത്തി ഉണ്ടാക്കുന്ന ഒരു രാമക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്യുലർ എന്നുള്ള നിലയിൽ എനിക്ക് സ്വീകാര്യമല്ല. പക്ഷേ ആ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല. ആ രാമക്ഷേത്രം എനിക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിച്ചില്ല. കോൺഗ്രസ് പ്രത്യേകിച്ച് സ്വീകരിച്ചില്ല. കോൺഗ്രസിൻ്റെ മുൻകാല ചെയ്തികളെല്ലാം തന്നെയും ഇങ്ങനെ ഒരു രാമക്ഷേത്രത്തിന് ചോര വീണാൽ തന്നെയും അങ്ങനെ ഒരു രാമക്ഷേത്രം വേണം എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് മാത്രമാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനകത്തൊരു അവ്യക്തതയുണ്ടെന്ന് കരുതുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അവ്യക്തത തോന്നാം ആളുകൾക്ക് എന്നുള്ളതുകൊണ്ട് ഞാൻ അവ്യക്തതയുണ്ടോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആശയക്കുഴപ്പമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJP-യിലേക്കുള്ള ഒരു ഒഴുക്കും ഇതിനുശേഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉണ്ണിസാറിന് കുറച്ചുകൂടെ കൃത്യമായിട്ട് അത് നിരീക്ഷിക്കാൻ കഴിയും. ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള നേതാക്കളടക്കമുള്ളവർക്കുള്ള ഭിന്ന നിലപാട്, അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, വിശ്വാസികളായ ആളുകൾക്ക് പോകാം എന്ന് പറയുന്നത് അത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് BJP-യുടെ ആ ഒരു പൊളിറ്റിക്കൽ ട്രാപ്പിൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ഒരു ഒഴുക്ക് എന്നുള്ളത്, മിലിന്ദ് ദിയോറയെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് അയാൾ BJP-യിലേക്ക് പോയി എന്നുള്ളതല്ല, ആ ഇവന്റിന്റെ ഡേറ്റ് തീരുമാനിച്ചത് നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അപ്പോൾ എന്നിട്ട് എന്താ മിലിന്ദ് ദിയോറ പറയുന്നതെന്ന് അറിയാമോ? ആന്റി ഇൻഡസ്ട്രി ആണെന്നാണ്.
നോക്കൂ, ജനങ്ങൾക്കെതിരാണെന്നൊന്നും അല്ല പറയുന്നത്, വ്യവസായികൾക്കെതിരെയാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് BJP-യിലേക്ക് പോകുന്നതാണ്. ഇനി എത്രയധികം നേതാക്കൾ ഇങ്ങനെയുള്ളവരൊക്കെ BJP-യിലേക്ക് പോട്ടെ. പോവുക, ഇതൊക്കെ പോട്ടെന്നേ. ഇതെന്തിനാ ഇതിനകത്തിരിക്കുന്നത്? അല്ല ഇതിനകത്തെ ഞാനൊരു കാര്യം കൂടി പോയി പറയാം. പോയി അവസാനം മെച്ചം ആരെങ്കിലും ഉണ്ടോ? വേണ്ട, ഉള്ളത് മതി. ഒരു ചരിത്ര വ്യവസായികളുടെ പാർട്ടിയാണെന്നേ. നഞ്ചന്തിന് നാനായി. വ്യവസായികളുടെ അത് പാർട്ടിയാണ്. ശരിയാ, നഞ്ച് കുറച്ച് മതി. ഈ ഒരു ചരിത്ര ഈ ഓരോ Meet the editors.